നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലാണ് ചർച്ചകൾ നടന്നത്. നൈജീരിയൻ കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 20 ടൺ സാധനങ്ങൾ അയക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3ാം തവണ അധികാരമേറ്റതിനു ശേഷം നൈജീരിയയിലെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. भारत की अध्यक्षता में नाइजीरिया की पहली बार G20 समिट में गेस्ट कंट्री के रूप में जुड़ा और ये सौभाग्य हमको मिला और हमने मिलकर अफ्रीकन यूनियन को G20 की स्थायी सदस्यता दी। ये मेरे हिसाब से बड़ा ऐतिहासिक काम हुआ है. ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട്. ഐസൺ, ഒരുപക്ഷെ നിർണായകമായൊരു കൂടിക്കാഴ്ച, ഒപ്പം ഭാരതത്തിൻ്റെ ശക്തമായൊരു പിന്തുണയും ഭാരതത്തിൽ നിന്ന് ഒരു കൈ സഹായം കൂടി നൈജീരിയയ്ക്ക് ലഭ്യമാവുകയാണ്. പ്രധാനമന്ത്രി അതാണ് അറിയിച്ചത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, 20 ടണ്ണോളം പ്രളയ ദുരിതാശ്വാസത്തിനായി മാനുഷിക സഹായങ്ങൾ നൽകുന്നുവെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. തുടർന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദശകലത്തിൽ നിന്നും മനസ്സിലാക്കിയതുപോലെ തന്നെ G20 രാഷ്ട്രങ്ങളിൽ ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർത്തത് ഭാരതത്തിൽ G20 സമ്മേളനം നടന്ന സമയത്താണ്. അത്തരമൊരു ഭാഗ്യം, ആഫ്രിക്കൻ രാജ്യങ്ങളെ ഉൾച്ചേർത്തുന്നതിനുള്ളൊരു ഭാഗ്യം ഭാരതത്തിൽ സമ്മേളനം നടന്ന അവസരത്തിലുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല മറ്റു നിരവധിയായ കാര്യങ്ങളിലും അദ്ദേഹം ചില നിലപാടുകൾ വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ബ്രിക്സ് രാജ്യങ്ങളുടെ അതിഥി രാഷ്ട്രമായി നൈജീരിയ മാറിയതിനെ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ നടത്തിയതിലും ഏറെ പ്രതീക്ഷ നൽകുന്നതായി പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ വൻതോതിൽ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. ഈ നാശനഷ്ടങ്ങളിൽ മരിച്ചവർക്കെല്ലാം ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ പേരിൽ അനുശോചനം അറിയിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. അതുപോലെ തന്നെ നൈജീരിയയുടെ ഒരു പരമോന്നത ബഹുമതിക്ക് കൂടി പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനും അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന സംഭവവികാസം എടുത്തു പറയുന്നത്, ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി കരാറുകളാണ് ഒപ്പുവെച്ചത്. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നൈജീരിയയുമായുള്ള ബന്ധം വളരെ ശക്തമായി നിലനിർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. അത് പല വിഷയങ്ങളിലുണ്ട്. ഇൻ്റലിജൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും, മയക്കുമരുന്ന് പ്രതിരോധത്തിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലായാലും, വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിലെല്ലാം കാര്യമായ ഇടപെടൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി കരാറുകൾ തമ്മിൽ നടത്താനുള്ള സാധ്യതകൾ വളരെ കൃത്യമായി തുറന്നു കിട്ടുന്നുവെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്നലെ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തിയതിനു ശേഷം ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു സ്വീകരണമാണ്, അല്ലെങ്കിൽ ഊഷ്മളമായൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ പരിപാടിക്ക് ശേഷം, അതായത് ഈ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ഇത്തരത്തിലുള്ള രേഖകൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് സാക്ഷിയായതിനു ശേഷം ഇന്ത്യൻ സമൂഹവുമായി സംവാദവും തയ്യാറാക്കിയിട്ടുണ്ട്. ആ സംവാദത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി അവിടെ നിന്നും ബ്രസീലിലേക്ക് തിരിക്കുക, G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിന് വേണ്ടി തിരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.